ചാവറ കുര്യാക്കോസ് ഏലിയാസ്. അദ്ദേഹത്തിൻ്റെ ജനനം 1805 ഫെബ്രുവരി 10 മരണപ്പെട്ടത് 1871 ജനുവരി 3. 1805 ഫെബ്രുവരി 10 ജനിച്ചു. 1871 ജനുവരി 3 മരണപ്പെട്ടു. 1805 ആലപ്പുഴ ജില്ലയിലെ കൈനഗിരി ഗ്രാമത്തിൽ ജനിച്ച ഇദ്ദേഹം 1871 കൂനമ്മാവ് എന്ന സ്ഥലത്താണ് മരണമടഞ്ഞത്. അപ്പോൾ 1805 ആലപ്പുഴ ജില്ലയിലെ കൈനഗിരി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം കൂനന്മാവ് വെച്ച് 1871 മരണപ്പെട്ടു. ചാവറ കുര്യാക്കോസ് ഏലിയാസ് കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രചാരകനുമായിരുന്നു. താഴ്ന്ന സമുദായങ്ങളിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം വളരെയധികം പ്രാധാന്യം നൽകി. അപ്പോൾ ഈ ചാവറ കുര്യാക്കോസ് ഏലിയാസ് കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രചാരകനുമായിരുന്നു. താഴ്ന്ന സമുദായങ്ങളിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഇദ്ദേഹം വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായി ഇദ്ദേഹം ഓരോ പള്ളിയോട് ചേർന്നും സ്ഥാപിച്ച സ്കൂളുകളാണ് പള്ളിക്കൂടങ്ങൾ എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഓരോ പള്ളിയോട് ചേർന്നും സ്ഥാപിച്ച സ്കൂളുകളാണ് പിന്നീട് പള്ളിക്കൂടങ്ങൾ എന്നറിയപ്പെട്ടത്. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഓരോ പള്ളിക്കൊപ്പവും ഒരു പള്ളിക്കൂടം എന്ന ആശയം ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. അപ്പോൾ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഓരോ പള്ളിക്കൊപ്പവും ഒരു പള്ളിക്കൂടം എന്ന ആശയം ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂളിൻ്റെ സ്ഥാപകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂളിൻ്റെ സ്ഥാപകനായിരുന്നു ഇദ്ദേഹം. പിടിയേരി സമ്പ്രദായം ആരംഭിച്ചത് ഇദ്ദേഹമാണ്. പിടിയേരി സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. അപ്പോൾ പിടിയേരി സമ്പ്രദായം ആരംഭിച്ചത് ചാവറ ഏലിയാസ് അച്ഛനാണ്. പിടിയേരി സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇദ്ദേഹം. കാർമലൈറ്റ് ഓഫ് മാരി ഇമ്മാക്കുലേറ്റ്, അതായത് CMI എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സംഘം 1831 രൂപീകരിച്ചത് ഇദ്ദേഹമാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പാലക്കൽ തോമസ് മാപ്പിള, പൊറുകര തോമസ് കത്തനാർ എന്നിവരാണ് മറ്റ് സ്ഥാപക നേതാക്കൾ. അപ്പോൾ ചാവറ ഏലിയാസ് അച്ഛനെ കൂടാതെ പാലക്കൽ തോമസ് മാപ്പിള, പൊറുകര തോമസ് കത്തനാർ എന്നിവരുണ്ട് മറ്റ് സ്ഥാപക നേതാക്കളായിട്ട്. ഇപ്പോൾ CMI എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സംഘം 1831 രൂപീകരിച്ചത് ഇദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്ഥാപക നേതാക്കളാണ് പാലക്കൽ തോമസ് മാപ്പിളയും പൊറുകര തോമസ് കത്തനാരും. CMC എന്ന സ്ഥാപനവും ഇദ്ദേഹം സ്ഥാപിച്ചു. അതായത് കൺഗ്രിഗേഷൻ ഓഫ് ദ മദേഴ്സ് ഓഫ് കാർമൽ, അത് സ്ഥാപിച്ചതും ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ്. 1846 ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി പ്രസ്സായ മാന്നാനം സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഇന്ത്യയിലെ മൂന്നാമത്തെ പ്രസ്സാണ് മാന്നാനം പ്രസ്. ഇന്ത്യയിൽ വെച്ച് മൂന്നാമത്തെ പ്രസ്സാണ് മാന്നാനം പ്രസ്. മാന്നാനം പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. അപ്പം മാന്നാനം പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. നസ്രാണി ദീപിക പുറത്തിറക്കിയിരുന്നതും മാന്നാനം പ്രസ്സിൽ നിന്നായിരുന്നു. ഈ ദീപിക പത്രത്തിൻ്റെ ആദ്യകാല നാമമാണ് നസ്രാണി ദീപിക. അപ്പോൾ ദീപിക എന്ന് പറയുന്ന പത്രത്തിൻ്റെ ആദ്യകാല നാമമാണ് നസ്രാണി ദീപിക. ഇത് പുറത്തിറക്കിയിരുന്നതും മാന്നാനം പ്രസ്സിൽ നിന്നായിരുന്നു. അപ്പോൾ 1846 ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി പ്രസ്സായ മാന്നാനം സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചു. ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ പ്രസ്സാണ് മാന്നാനം പ്രസ്. അവിടെ നിന്ന് അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. നസ്രാണി ദീപിക പുറത്തിറക്കിയിരുന്നതും മാന്നാനം പ്രസ്സിൽ നിന്നായിരുന്നു. ഈ ദീപിക പത്രത്തിൻ്റെ ആദ്യകാല പേരാണെന്ത്? നസ്രാണി ദീപിക എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ 1986 ഫെബ്രുവരി 8 അൽഫോൺസാമ്മയോടൊപ്പം മാന്നാനത്ത് വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ 1986 ഫെബ്രുവരി 8 അൽഫോൺസാമ്മയോടൊപ്പം മാന്നാനത്ത് വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. ഇദ്ദേഹത്തെ 1987 ഡിസംബർ 20 ഭാരത സർക്കാർ തപാൽ സ്റ്റാമ്പിൽ പ്രസിദ്ധീകരിച്ച് ആദരിച്ചു. അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനെ 1987 ഡിസംബർ 20 ഭാരത സർക്കാർ തപാൽ സ്റ്റാമ്പിൽ പ്രസിദ്ധീകരിച്ച് ആദരിച്ചിട്ടുണ്ട്. 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ 2014 കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ആത്മാനുതാപം, അനസ്താസ്യയുടെ രക്തസാക്ഷ്യം,
ധ്യാനസല്ലാപങ്ങൾ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചത് ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് ആത്മാനുതാപം, അനസ്താഷ്യയുടെ രക്തസാക്ഷ്യം, ധ്യാനസല്ലാപങ്ങൾ എന്നീ ഗ്രന്ഥങ്ങൾ അദ്ദേഹമാണ് രചിച്ചത്. ജീവിതം തന്നെ സന്ദേശം എന്നത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ്. എം കെ സാനുവാണ് ഇത് എഴുതിയത്. അപ്പോൾ എം കെ സാനുവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സന്ദേശം എന്ന ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ചാവറയച്ചൻ്റെ ജീവചരിത്രമാണ് ജീവിതം തന്നെ സന്ദേശം എഴുതിയിട്ടുള്ളത് എം കെ സാനുവാണ്. മാന്നാനത്താണ് ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കിയിരിക്കുന്നത്. അപ്പോൾ കുര്യാക്കോസ് എലിയാസ് ചാവറയച്ചൻ്റെ ഭൗതിക ശരീരം അടക്കിയിരിക്കുന്നത് മാന്നാനത്താണ്. ചാവറയച്ചൻ്റെ പ്രധാന കൃതികളാണ് ആത്മാനുതാപം, അനസ്താസിയയുടെ രക്തസാക്ഷ്യം, ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ, നാളാഗമങ്ങൾ ചരിത്രമാണ്, മാന്നാനം നാളാഗമം. അപ്പോൾ ആത്മാനുതാപം, അനസ്താസിയയുടെ രക്തസാക്ഷ്യം, ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ, നാളാഗമങ്ങൾ ചരിത്രം, മാന്നാനം നാളാഗമം. അതുകൂടാതെ ധ്യാനസല്ലാപങ്ങൾ, മരണപർവം, സീറോ മലബാർ സഭയുടെ കലണ്ടർ, 40 മണിയുടെ ക്രമം, കനോന നമസ്കാരം. അപ്പോൾ ധ്യാനസല്ലാപങ്ങൾ, മരണപർവം, സീറോ മലബാർ സഭയുടെ കലണ്ടർ, 40 മണിയുടെ ക്രമം, കനോന നമസ്കാരം. ഇത്രയാണ് ചാവറയച്ചൻ്റെ കൃതികൾ. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള സംഘടനകളാണ്. കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ 1846 സ്ഥാപിച്ചു. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. കേരളത്തിലെ മൂന്നാമത്തെ അച്ചടിശാല മാന്നാനത്ത് സ്ഥാപിച്ചു. വർഷം 1846. അപ്പോൾ 1846 അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുന്നത്. അതേ 1846 തന്നെയാണ് കേരളത്തിലെ മൂന്നാമത്തെ അച്ചടിശാല മാന്നാനത്ത് സ്ഥാപിച്ചത്. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ നിർമ്മിച്ചതും അദ്ദേഹമാണ്. ഇനി നമുക്ക് ചാവറയച്ചനെ കുറിച്ച് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ നോക്കാം. ചാവറയച്ചൻ്റെ ഭൗതിക അവശിഷ്ടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? മാന്നാനത്താണ്. അപ്പം മാന്നാനത്താണ് ചാവറയച്ചൻ്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത്. കുര്യാക്കോസ് എലിയാസ് ചാവറയച്ചൻ ജനിച്ച വർഷം 1805. 1805 ചാവറയച്ചൻ ജനിച്ചത്. ഓരോ പള്ളിക്കൊപ്പവും ഒരു പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. അപ്പോൾ ഓരോ പള്ളിക്കൊപ്പവും ഒരു പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. വൈദേശിക സഹായം കൂടാതെ അച്ചുകൂടം സ്ഥാപിച്ച ആദ്യ മലയാളിയാണ് ചാവറയച്ചൻ. അപ്പോൾ വിദേശരുടെ സഹായം ഇല്ലാതെ അച്ചുകൂടം സ്ഥാപിച്ച ആദ്യത്തെ മലയാളിയാണ് ചാവറയച്ചൻ. സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് ചാവറ കുര്യാക്കോസ് എലിയാസ്. അപ്പോൾ സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് ചാവറ കുര്യാക്കോസ് എലിയാസ്. വിദേശീയരുടെ സഹായമില്ലാതെ കേരളത്തിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് കുര്യാക്കോസ് എലിയാസ് ചാവറയച്ചൻ്റെ നേതൃത്വത്തിലാണ്. സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. അപ്പം ജ്ഞാനപീയൂഷമാണ് സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം. നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ച പ്രസ്സും സെൻറ്റ് ജോസഫ് പ്രസ്സാണ്. അപ്പം നസ്രാണി ദീപിക എന്ന് പറയുന്ന ദീപികൻ്റെ ആദ്യത്തെ പേരാണ് നസ്രാണി ദീപിക. ഇത് ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്തതും സെൻറ്റ് ജോസഫ് പ്രസ്സിലാണ്. കേരളത്തിലെ ആദ്യ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് കോട്ടയം മാന്നാനത്തും എറണാകുളത്തെ കൂനമാവിലുമാണ്. കേരളത്തിലെ ആദ്യ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് കോട്ടയം ജില്ലയിലെ മാന്നാനത്തും എറണാകുളം ജില്ലയിൽ കൂനമാവിലുമാണ്. അമലോത്ഭവദാസ സംഘം സ്ഥാപിച്ചത് ചാവറയച്ചനാണ്. അപ്പം ചാവറയച്ചനാണ് അമലോത്ഭവദാസ സംഘം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയാണ് CMI. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ് CMI. CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ ചാവറയച്ചനാണ്. CMI സഭയുടെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ ചാവറയച്ചനാണ്. ഓക്കെ, താങ്ക് യു.